തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിങ്ങൾ ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ച നിരവധി വ്യക്തികളുടെ സാക്ഷ്യ കത്തുകൾ അച്ഛൻ്റെ കൈകളിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ത്രേസ്യാമ്മ സെബാസ്റ്റ്യൻ കോട്ടയത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ മരുമകൻ സണ്ണി സൗദിയിൽ ജോലി ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ജനുവരിയിൽ സൗദി അറേബ്യയിൽ വെച്ച് വലിയൊരു വാഹനാപകടം ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് 2 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. ഡോക്ടർമാർ ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലെത്തി. അപ്പോൾ ടെലിവിഷനിലൂടെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഏക ഹൃദയത്തോടെ ടീമിനോട് ചേർന്ന് ഞങ്ങളുടെ മരുമകന് സൗഖ്യം നൽകണമെന്നും സൗഖ്യപ്പെടുത്തിയാൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മരുമകൻ സണ്ണി പിറ്റേ ദിവസം തന്നെ അബോധാവസ്ഥ വിട്ട് നോർമൽ സ്റ്റേജിലേക്ക് വരികയും പിന്നെ ചികിത്സ ഫലിച്ച് പെട്ടെന്ന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ത്രേസ്യാമ്മ സെബാസ്റ്റ്യൻ കോട്ടയത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. 2 ദിവസമായ വാഹനാപകടത്തിൽ 2 ദിവസമായി ബോധം കിട്ടാതെ തിരിച്ചു വരാതെ വെന്റിലേറ്ററിൽ കിടന്നിരുന്ന് ഇനി ജീവിക്കോ ഇല്ലയോ എന്ന് അവ്യക്തത. ഡോക്ടർമാർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവർ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ട്. അപ്പോൾ ബന്ധുക്കൾ കേരളത്തിലിരുന്ന് എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം. ആശുപത്രിയിൽ വെന്റിലേറ്റർ കിടന്ന രോഗിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പ്രവഹിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ആശുപത്രിയിൽ വെന്റിലേറ്റർ കിടന്ന സണ്ണിയുടെ മേൽ വ്യാപരിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത്ഭുത വിടുതൽ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം സുബോധാവസ്ഥയിലേക്ക് മടങ്ങി വരികയും ബോധം നോർമൽ സ്റ്റേജിലേക്ക് മടങ്ങി വരികയും പിന്നെ ഉണ്ടായ ചികിത്സകൾ പെട്ടെന്ന് ഫലിച്ച് അദ്ദേഹം പൂർണ്ണ സൗഖ്യമുള്ളവനായി പോരുകയും ചെയ്തു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. കുറവലങ്ങാട് നിന്ന് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ചേട്ടൻ എഴുതുന്നു, ഞാൻ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി അയക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. 1999 ഡിസംബർ മാസം 3-ാം തീയതി ഞങ്ങൾക്കെതിരായി ഒരാൾ കേസ് കൊടുത്തു. വർഷങ്ങളായി കോടതി കയറി ഇറങ്ങി നടക്കുന്നതല്ലാതെ ഈ കേസിന് ഒരു തീർപ്പ് ഉണ്ടാകുന്നില്ല. 8 വർഷവും 2 മാസവും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതിൽ ഒരു തീർപ്പും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ചു പറയുകയും ടെലിവിഷൻ പ്രോഗ്രാമിലെ പ്രാർത്ഥനയോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതലിനായി അപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 8 വർഷവും 2 മാസവുമായിട്ട് ഒരു തീർപ്പുമില്ലാതെ തുമ്പും തുരാലും ഇല്ലാതെ കിടന്നിരുന്ന കേസ്, ഞങ്ങൾക്ക് എതിരെയുള്ള കേസ് വെറുതെ വിട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായി. ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ മാത്തുക്കുട്ടി കുറവലങ്ങാട്. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കേസ് കോടതിയിൽ കിടക്കുന്നു, അതിന് ഒരു അനക്കവും ഉണ്ടാകുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഈ കേസിന് രണ്ടിലൊന്നൊരു തീർച്ചയായും ഉണ്ടാകാൻ വേണ്ടി അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത മഹത്വത്താൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു അവ്യക്തതയിൽ അനിശ്ചിതാവസ്ഥയിൽ കടന്നിരുന്ന ആ കേസിൻ്റെ കാര്യത്തിൽ ദൈവശക്തി വ്യാപരിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും രണ്ട് കാര്യങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയരട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബ പ്രശ്നങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ദുഃഖങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെയും പ്രയാസം നിറഞ്ഞ അവസ്ഥകളിലേക്ക് വ്യാപരിക്കട്ടെ. ആർക്കും സഹായിക്കാൻ പറ്റാത്ത പോലെ ദുഃഖത്തിലും വിഷമത്തിലും കടബാധ്യതയിലും സങ്കടത്തിലും മനോവിഷമങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവേ, ഈ കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവേ, ഈ കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. ഓരോ സമയത്തും നമ്മളെ നയിക്കുന്ന ആത്മാവ് ഏതാണ് എന്ന് വിവേചിച്ചറിയാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാനം നമ്മുടെ ആത്മാവിൻ്റെ നിത്യനാശമായിരിക്കും ഫലമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ എപ്പോഴും നമുക്ക് നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: നമ്മളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ സ്ലീഹന്മാരെ ഈശോ അഭിമുഖീകരിക്കുന്ന രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 51 മുതൽ 56 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ഈശോയും ശിഷ്യന്മാരും ജെറൂസലേമിലേക്ക് പോകുമ്പോൾ സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചു. അവൻ ജെറൂസലേമിലേക്ക് പോകുമ്പോൾ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ച് അവന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ സമരിയാക്കാരുടെ ഗ്രാമത്തിൽ ശിഷ്യന്മാർ പ്രവേശിച്ചു. അവർ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവരെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു: കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അന്ന് ഏലിയ പറഞ്ഞതുപോലെ എന്ന ഭാവത്തിൽ സ്ലീഹന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്: സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെല്ലാം ദഹിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ വളരെ മനോഹരമായ ഒരു പ്രതികരണം യേശുക്രിസ്തു നൽകുന്നത് കാണുന്നുണ്ട്. യേശുക്രിസ്തു തിരിഞ്ഞ് അവരെ ശാസിച്ച്. ഹല്ലേലൂയ. യേശുക്രിസ്തു തിരിഞ്ഞ് അവരെ ശാസിച്ച്. ഒരു ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത് എങ്ങനെയാണ്: But he turned and rebuked them and said, You do not know what manner of spirit you are of. What manner of spirit you are of. Praise the Lord. നിങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏത്? നിങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? യേശുക്രിസ്തു തിരിഞ്ഞവരെ ശാസിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിൽ അവർ ആത്മാവിനെ ശാസിച്ച്, അവരുടെ ഉള്ളിലുള്ള ആത്മാവിനെ ശാസിച്ച്. പ്രതികാരത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ അപ്പോൾ പ്രവർത്തിച്ചിരുന്ന ആത്മാവാണ് പ്രതികാരത്തിൻ്റെ ആത്മാവ്, തിരിച്ചടിയുടെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു തിരിഞ്ഞവരെ ശാസിച്ച്, അവരുടെ ആത്മാവിനെ ശാസിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ഇവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ ഏത് ആത്മാവിനാൽ അടിമയായിരിക്കുന്നുവെന്ന്, ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്ന് ഡിസൈൻ ചെയ്തതുകൊണ്ട് അവരിൽ ആത്മാവിനെ യേശു ശാസിച്ചു, അവരെ യേശു ശാസിച്ചു. Do you know what manner of spirit you are of? Praise the Lord. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവ് ഒഴികെ മറ്റൊരു ആത്മാവിനെയും അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തന ഫലമായി എന്ത് നന്മയുണ്ടായാലും അത് ദൈവരാജ്യ വിപുലീകരണത്തിന് കാരണമാവുകയില്ല.
പരിശുദ്ധാത്മാവ് അല്ലാത്ത പല ആത്മാക്കളും ഒരു മനുഷ്യനെ സ്വാധീനിക്കാമെന്ന് നാം മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ആത്മാവാണ് പ്രതികാരത്തിൻ്റെ ആത്മാവ്, പകയുടെ ആത്മാവ്, തിരിച്ചടിയുടെ ആത്മാവ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന തോന്നൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ആത്മാവ് എന്താണോ അങ്ങനത്തെ തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്താണെന്ന്, ഏതാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്താണ്, നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു ദൈവത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു അതിന് വ്യക്തമായ ഒരു മാനദണ്ഡം മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 20 വരെ വാക്യങ്ങളിൽ നൽകുന്നുണ്ട്. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക. മാങ്ങ കായ്ക്കുന്ന മരം നോക്കിയിട്ട് മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് മാവാണെന്നും ചക്ക കിട്ടുന്നുവെങ്കിൽ അത് പ്ലാവാണെന്നും നാം തിരിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാഴ്ചയിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെ പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല. എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുവിൻ. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. സ്ലീഹന്മാർക്കൊരു പ്രതികൂലം ഉണ്ടായി, സ്ലീഹന്മാർക്കൊരു പ്രശ്നം ഉണ്ടായി. ഉടനെ അവർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കട്ടെയോ? പ്രതികാരത്തിൻ്റെ ആത്മാവ്, പകയുടെ ആത്മാവ്, തിരിച്ചടിയുടെ ആത്മാവ്, കീഴ്പ്പെടുത്തുന്നതിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല തരത്തിലുള്ള ആത്മാക്കളുണ്ട്. റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു തരം ആത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൽ 15-ാം വാക്യം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവ്. അപ്പോൾ എന്താണ് സ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് പരിശുദ്ധാത്മാവ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഒരു അടിമത്തത്തിൻ്റെ ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ ആ ആത്മാവ് പുറപ്പെടുവിക്കുന്ന ഫലത്തിൻ്റെ പേരാണ് ഭയം. വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവ്, ഭീരുത്വത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രതികാരത്തിൻ്റെ ആത്മാവ് പോലെ തന്നെ മറ്റൊരാത്മാവാണ് അടിമത്തത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവ് പ്രവേശിച്ചാൽ ആ മനുഷ്യൻ്റെ ഫലം പുറപ്പെടുവിക്കും. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ആരെങ്കിലും വരുന്നത് കണ്ടാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഫലമാണ്, ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് ഭയം, ഭീരുത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ നാം മറ്റൊരു ആത്മാവിനെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരുടെ കൈകൾ വെച്ചപ്പോൾ, അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ടപ്പോൾ ശിമയോൻ എന്ന ഒരു വ്യക്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പണം അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഞാനും ആരുടെ മേൽ കൈകൾ വെച്ചാലും പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ തക്കവണ്ണം എനിക്കും പരിശുദ്ധാത്മാവ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആഗ്രഹം തരക്കേടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവനും പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം കൊടുത്തിട്ട് ഇവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലൻ ഈ ശിമയോൻ എന്ന വ്യക്തിയെ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, പരിശുദ്ധാത്മ സംബന്ധമായ കാര്യങ്ങളിൽ നിനക്ക് യാതൊരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. എന്താ, ഒരു നല്ല കാര്യമല്ലേ ശിമയോൻ ചോദിച്ചത്? പരിശുദ്ധാത്മാവിനെ
ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിനെ ചോദിച്ച് അതൊരു തെറ്റാണോ? രണ്ടാമത്തത്, കുറെ പണം സ്ലീഹായിക്ക് കൊടുത്തു, സുവിശേഷ വേലയ്ക്ക് പണം കൊടുക്കുന്നത് തെറ്റാണോ? എന്നാൽ എന്താണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്? നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ, പരിശുദ്ധാത്മ സംബന്ധമായ കാര്യത്തിൽ നിനക്ക് യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ കാരണം എന്താണെന്നും പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 23-ാം വാക്യം. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇരുന്ന ആത്മാവാണ് വിദ്വേഷത്തിൻ്റെ ആത്മാവ്, വൈരാഗ്യത്തിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ ആത്മാവ്. ആ ആത്മാവ് ഒരു വ്യക്തിയിൽ ഇരുന്നാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ആ വ്യക്തിയിൽ നിന്നും ഒരു ഫലം പുറത്തേക്ക് വരും. ആ ഫലത്തിൻ്റെ പേരാണ് വെറുപ്പ്, വിദ്വേഷം, വൈരം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നീ ഏത് വൃക്ഷമാണ്, നിന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്താണ് എന്ന് പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ വിവേചിച്ച് മനസ്സിലാക്കണം. നിന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്താണോ അതിൻ്റെ ഫലമാണ് പുറത്തേക്ക് വരുന്നത്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക, അവരെ അവരുടെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാം. സ്ലീഹ ഇത് തിരിച്ചറിഞ്ഞു. സ്ലീഹ അവനെ നോക്കി, അവനോട് പറഞ്ഞു, നിന്റെ ഹൃദയം ശുദ്ധമല്ല, നിന്റെ ഹൃദയം ശുദ്ധമല്ല. നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവിന് എതിരുള്ള ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തിക്ക് ദൈവാത്മ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കാളിത്തം വേണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള മറ്റെല്ലാ ആത്മാക്കളെയും ആ വ്യക്തി ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, മറ്റ് തിന്മയുടെ അന്ധകാരത്തിൻ്റെ ആത്മാവിനാൽ പാപദുരാത്മാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് കണക്കാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ തരത്തിലുള്ള ദുഷ്ടതയുടെ ആത്മാക്കൾ, പാപത്തിൻ്റെ ആത്മാക്കൾ, അടിമത്തത്തിൻ്റെ ആത്മാക്കൾ, ഇങ്ങനെയുള്ള ദുരാത്മാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് കണക്കാക്കുന്നില്ല, കർത്താവ് എണ്ണുന്നില്ല, കർത്താവ് അവരെ എണ്ണത്തിൽ ചേർക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായി ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്, ഫലത്തിൽ നിന്ന് ആത്മാക്കളെ തിരിച്ചറിയാം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഉറപ്പായും വിശ്വസിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ കുറിച്ച് റോമാലേഖനത്തിൽ ദൈവമക്കൾക്ക് നൽകുന്ന വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? റോമാലേഖനം 8-ാം അധ്യായം അതിൽ 14-ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ പ്രസക്തമായ ഒരു സംശയം ഉദിക്കും. ഒരു മനുഷ്യന് നിലയ്ക്ക് ഈ പച്ച ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള തോന്നലുകൾ വരില്ലേ? ആരെങ്കിലും എതിര് തോന്നിയാൽ അവരോട് ദേഷ്യം തോന്നില്ലേ? ഒരു ലൈംഗികമായ ഒരു സാഹചര്യം കണ്ടാൽ ലൈംഗിക ആസക്തി തോന്നില്ലേ? ഒരു പണമോ അല്ലെങ്കിൽ ലോകസുഖങ്ങളുടെ ഒരു അന്തരീക്ഷമോ കണ്ടാൽ ലോകസുഖത്തോട് ആസക്തി തോന്നില്ലേ? എന്തെങ്കിലും തിന്മ കണ്ടാൽ തിന്മയോടെ ഒരു താല്പര്യം തോന്നില്ലേ? എന്തെങ്കിലും ഒരു ദേഷ്യമൊക്കെ തോന്നാതിരിക്കുകയോ? ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ശരീരത്തിൽ നിന്ന് ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാവില്ലേ എന്ന് ചിലർക്കെങ്കിലും മനസ്സിൽ ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനും വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ഉത്തരം തരുന്നുണ്ട്. റോമ 8:14 പഠിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. എന്താണ് ജഡത്തിൻ്റെ ഇച്ഛ? അതാണ് മദ്യപാനം, മധുരോത്സവം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, വഞ്ചന, ദ്രോഹം, എടുത്തുചാട്ടം, പിടിവാശി, ദുർവാശി, മർക്കടമുഷി സ്വഭാവം, ഇങ്ങനെയുള്ള വിധേയത്വമില്ലായ്മ, താന്തോന്നിത്വം, ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 മുതലുള്ള തിരുലിഖിതങ്ങൾ, ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം.
അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരീരത്തിൻ്റെ ഈ പ്രവണതകൾ ഒരു പക്ഷേ ഉണ്ടാകാം. ശരീരത്തിന് പ്രവണതകൾ ഉണ്ടാകാം. പക്ഷേ ശരീരത്തിൻ്റെ പ്രവണതകൾ ഉണ്ടായാലും ദൈവാത്മാവുള്ള വ്യക്തി ആ വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ അവൻ ആത്മാവിനാൽ നിഹനിക്കും. ഈ തോന്നൽ വരുമ്പോൾ അവൻ ആ ആഗ്രഹത്തെ ദൈവാത്മ ശക്തി കൊണ്ട് ബലി ചെയ്യും. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവണതകൾ മരിക്കുന്നത് വരെ ഉണ്ടാകാം. ഈ പച്ച ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിൻ്റെ പ്രവണതകൾ ഉണ്ടാകാം. ഈ ജഡത്തിൻ്റെ സ്വഭാവം, ജഡപ്രകാരമുള്ള സ്വഭാവം, ശരീരത്തിൻ്റെ പ്രവണതകൾ വരുമ്പോഴും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മീയ ശക്തി ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാൻ സഹായിക്കും. പിന്നെ ശരീരത്തിൻ്റെ പ്രവണതകളുടെ സ്ഥാനത്ത് ആത്മാവിൻ്റെ ഫലം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് കടുത്ത നിരാശ ഉണ്ടാകേണ്ട ഒരു അന്തരീക്ഷമാണ് ഉള്ളതെങ്കിൽ പോലും, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ, കടുത്ത നിരാശ ഉണ്ടാകുന്ന സ്ഥാനത്താണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നെങ്കിൽ ആ നിരാശയെ പരിശുദ്ധാത്മാവ് നിഹനിച്ച് പകരം ദൈവത്തിലുള്ള ശരണം കൊണ്ട് നിറയ്ക്കും, പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആ വ്യക്തി പുറപ്പെടുവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് ഫലമാണോ പുറപ്പെടുവിക്കുന്നത് ആ ഫലത്തിനനുസരിച്ച് ആത്മാവാണ് നമ്മൾ ഇരിക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ മറ്റൊരാത്മാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ചിലരിൽ കുടികൊള്ളുന്നത് ജഡിക പാപത്തിൻ്റെ ആത്മാവ്, മറ്റു ചിലരിൽ കുടികൊള്ളുന്നത് 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ ആത്മാവ്, ഇനിയും ചിലരിൽ കുടികൊള്ളുന്നത് ചാഞ്ചല്യത്തിൻ്റെ ആത്മാവ്, മറ്റു ചിലരിൽ കുടികൊള്ളുന്നത് സംശയത്തിൻ്റെ ആത്മാവ്. ഓ ദൈവ പൈതലേ, ഏത് ആത്മാവാണ് നിന്നിൽ കുടികൊള്ളുന്നത്? ആ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ നീ റിനൗൺസ് ചെയ്യണം, നീ ഉപേക്ഷിക്കണം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ തരത്തിലുള്ള അരൂപികളെയും അതിൻ്റെ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ ഹൃദയങ്ങളെ വെട്ടിപ്പാക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരുടെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് ശരണപ്പെടുന്നു. യേശു ക്രിസ്തുവിന് നമ്മുടെ ഹൃദയങ്ങളെ വെട്ടിപ്പാക്കാനുള്ള കഴിവുണ്ട്. നാം നമ്മുടെ ഹൃദയത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവ് രക്ഷിതാവായി ആരാധിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിടുതലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ കെട്ടുകൾ അഴിയും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ കാലഘട്ടത്തിനുള്ളിൽ യേശു ക്രിസ്തു കോടിക്കണക്കിന് ആത്മാക്കളുടെ വിടുതൽ നൽകിയിട്ടുള്ള ദൈവപുത്രനാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലില്ലാതെ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കളെ യേശുക്രിസ്തു രക്തത്താൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര കാലമായിട്ടും വിടുതലില്ലാതെ വേദനിക്കുന്ന ആത്മാക്കളിലേക്ക്, വ്യക്തികളിലേക്ക്, ശരീരങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും
ഒത്തിരി കാലങ്ങളായി നമ്മൾ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ദുരാത്മ പീഡകളെയും ശാസിച്ച് ബഹിഷ്കരിക്കട്ടെ. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ഈ മേഖലകളെല്ലാം സമർപ്പിക്കാം. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവേ, മദ്യപാനത്തിൻ്റെയും ചീട്ടുകളിയുടെയും വഴക്കിൻ്റെയും കലഹത്തിൻ്റെയും തകർച്ചയുടെയും അടിമത്തത്തിൻ്റെയും അധപതനത്തിൻ്റെയും പരാജയത്തിൻ്റെയും കടബാധ്യതകളുടെയും മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര സേനകളെയും പൈശാചിക പീഡകളെയും അവിടുന്ന് തകർക്കണമേ. കുടുംബങ്ങളിൽ തമ്മിൽ യോജിപ്പില്ലായ്മ, തമ്മിൽ ഐക്യമില്ലായ്മ, തമ്മിൽ വെറുപ്പ്, തമ്മിൽ കലഹം, തമ്മിൽ വിരോധം, വിധേയത്വമില്ലായ്മ, എതിർപ്പ്, മല്ലടിക്കുന്ന സ്വഭാവം, അനുസരണക്കേട്, പിടിവാശി, പിണക്കം, ഈ മേഖലകളിൽ ദൈവമക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈരാഗ്യത്തിൻ്റെ പിണക്കത്തിൻ്റെ അരുവികളെ അങ്ങയുടെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരിൽ നിന്ന് പിണക്കത്തിൻ്റെ ആത്മാക്കളെ ശാസിച്ച് ബന്ധിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, നിരീശ്വര ചിന്ത, എതിർചിന്ത, മതനിഷേധം, ദൈവനിഷേധം, ഈ മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂടാൻ തടസ്സമുണ്ടാക്കുന്ന അരുവികളെ അങ്ങയുടെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും എപ്പോഴും തകർച്ചയിലും രോഗത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും എപ്പോഴും ശല്യം ചെയ്യുന്ന എല്ലാ തകർച്ചയുടെയും രോഗത്തിൻ്റെ അരുവികളെ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങൾ വിട്ടുപോകട്ടെ. ഓരോ കുടുംബങ്ങളെയും പീഡിപ്പിക്കുന്ന എല്ലാ ദുർപീഡകളുടെ അരുവികളെയും നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് കെട്ടി ശാസിച്ച് ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോകട്ടെ. നിത്യ നരകാഗ്നിയിലേക്ക് പോകട്ടെ. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.